ഒരു മറുപടിയാണ് തല താത്തി കുനിഞ്ഞു നടന്നിരുന്ന പേടിത്തൊണ്ടനായിട്ടുള്ള ആ കുട്ടിയെ ഒരു ഗവർണർ ആക്കാനായിട്ട് ശക്തി പ്രാപിച്ച ഒരു ഒറ്റ വാക്ക്. ഈ കഥയെല്ലാം ബെൻ ഹൂപ്പർ ദ അൺവാണ്ടഡ് ബോയ്, ഉപയോഗശൂന്യമായ അല്ലെങ്കിൽ ലോകത്തിന് ആവശ്യമില്ലാത്ത കുട്ടി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഈ പറയുന്ന കഥ. ഞാൻ പറയുന്നത് ഈ പറയുന്ന ഒരു വാക്യം ഒരു കുട്ടിയുടെ ജീവിതം മാറ്റിമറിക്കാനും അവൻ ഈ പറയുന്ന ഒരു നിലയിലോട്ട് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 2020 എന്നൊരു പ്രസ്ഥാനത്തിലൂടെ സാബു ജേക്കബ് എത്ര കുടുംബങ്ങളെ തൊട്ടു കഴിഞ്ഞു, എത്ര ഹൃദയങ്ങളെ തൊട്ടു കഴിഞ്ഞു, എത്ര സമൂഹങ്ങളെ തൊട്ടു കഴിഞ്ഞു. ഈ പറയുന്ന ദൈവത്തിന്റെ ജോലി ചെയ്ത സാബു ജേക്കബാണോ അതോ ഈ നാട് കൊള്ളയടിച്ച് അതിൽ നിന്നൊരു അംശം നിങ്ങൾക്ക് പിച്ചയായിട്ട് തരുന്ന രാഷ്ട്രീയക്കാരെയാണോ നിങ്ങൾ ദൈവമായിട്ട് കാണേണ്ടത്? ഞാൻ ആരെയും ദൈവമാക്കാനല്ല പറയുന്നത്. ഞാൻ പറയുന്ന ഒരു വാക്കൊരു മനുഷ്യനിൽ കൊണ്ടുവരുന്ന മാറ്റമുണ്ടെങ്കിൽ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഒരു അണി നിരത്തി ആളുകളെ നിർത്തി സേവനം നടത്തുന്ന 2020 എന്ന ഒരു പ്രസ്ഥാനം എന്തുമാത്രം മാറ്റം ഒരു സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാരോട്, എൻ്റെ കൂടെ വന്നിരിക്കുന്ന ജോസ് ചേട്ടനുമുണ്ട്, ആന്റണി ചേട്ടനുമുണ്ട്, എല്ലാ ദിവസവും മുടങ്ങാതെ ഹൗസ് വിസിറ്റ് പോകുന്ന ടീമിലെ 2 അംഗങ്ങളാണ്. ഞാൻ പറയുന്നത് വീടുകളിൽ കയറുമ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ ടീമിൻ്റെ അടുത്ത് പറയാറുള്ളത്, അവരുടെ ഹൃദയം തൊടാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ആ വോട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ വോട്ട് ചോദിക്കാറില്ല, ഞങ്ങൾ പറയാറ് ഞങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾക്കത് കേട്ടിട്ട് അത് നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് 2020. അത് കേട്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നാൽ നമുക്ക് സമൂഹത്തിനെ മാറ്റാം. ഈ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കണം. നേരത്തെ ചാർലി പോൾ സാർ പറഞ്ഞു,